അൾട്ടിമേറ്റ് നമ്മുടെ പിതാവിൽ നമ്മൾ പോയി ലയിക്കുക എന്നുള്ളതാണ് എല്ലാ മതങ്ങളുടെയും തത്വം എന്ന് പറയുന്നത്. ഇന്നത്തെ മനുഷ്യർക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ആ ഒരു ഡിവൈൻ പവറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പരിണിത ഫലമായിരുന്നു നമ്മൾ ഇന്ന് കാണുന്ന എത്തിസ്റ്റുകളെല്ലാം. ഇവിടെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റി വേണമെന്ന് പറയുന്നത്. ഈ സ്പിരിച്വാലിറ്റിയിലോട്ട് എത്തുമ്പോൾ നമുക്ക് എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നും നമ്മൾ ഒറ്റപ്പെടുക കഴിഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മളെ കാണാൻ തുടങ്ങും. സ്പിരിച്വലായിട്ടിരിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ഡിപ്രഷൻ അടിച്ചിരിക്കില്ല അല്ലേ? ഒരുപാട് ആങ്സൈറ്റി അവർക്ക് കയറില്ല. എന്നാൽ വരില്ല എന്നല്ല അതിൻ്റെ അർത്ഥം, തീർച്ചയായിട്ടും വരും. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു പോസിറ്റിവിറ്റിയാണ്. അൾട്ടിമേറ്റ് നമ്മൾ അനുഭവിക്കേണ്ട സ്നേഹവും ആനന്ദവും നമുക്ക് കിട്ടുന്നത് ഇവിടെ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ബാക്കി എല്ലാം എന്താ അല്പസമയത്തേക്ക് മാത്രം കിട്ടുന്ന കാര്യത്തിനെ വിശ്വസിച്ചാൽ നമ്മൾ മുന്നോട്ട് പോകും. ഭക്തിയെല്ലാം ഫേക്കാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് റോജൻ ബാബാജിയാണ്. അബാക്കിന്റെ പ്രേക്ഷകർക്ക് റോജനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും ആത്മീയതയുടെ മറ്റു ചില വശങ്ങൾ നമുക്ക് റോജനോട് ചോദിച്ചാലോ? ഹായ് റോജൻ, വെൽക്കം. റോജനോടാവുമ്പോൾ നമുക്ക് ആത്മീയതയെ കുറിച്ച് എന്തും ചോദിക്കാം. ഇന്നത്തെ ചോദ്യം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാത്തിലും ഒരു മാറ്റം നമ്മൾ കാണുന്നുണ്ട് അല്ലെ? എല്ലാ കാര്യങ്ങളിലും പുതിയ രീതിയിലേക്ക് എല്ലാം റിവൈവ് ആയിക്കൊണ്ടിരിക്കുന്നു, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയതയുടെ പ്രാക്ടീസിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ചേഞ്ച് റോജന് കാണാൻ സാധിക്കുന്നു? സോഷ്യലി ആണോ എൻ്റെ പേഴ്സണലി ആണോ? അല്ല, ആത്മീയ അന്വേഷകർക്ക് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള പ്രാക്ടീസുകൾക്ക്, സോഷ്യലിയും എല്ലാ തരത്തിലും, എല്ലാ രീതിയിലും ആ ഒരു മാറ്റത്തിൻ്റെ മറ്റൊരു ഭാഗം കൂടിയാണ് ഞാൻ വളരെ വ്യക്തിപരമായി. കാരണം ഞാനൊരു ഓർത്തഡോക്സായ വളരെ ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്ന് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി യാതൊരു ബന്ധവും ഇല്ലാതിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നെ കൺസൾട്ടേഷന് വിളിക്കുന്ന ആളുകൾ ആദ്യം ചോദിക്കുന്ന കാര്യമാണ്, ക്രിസ്ത്യൻസിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ പറ്റുമോ എന്നുള്ളത്. അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല. ഇവിടെ ക്രിസ്ത്യനും ഹിന്ദുവും മുസ്ലിമും എന്നൊന്നൊരു വ്യത്യാസമൊന്നുമില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്. അൾട്ടിമേറ്റ് ഈ സുപ്രീം പവറിൽ നിന്നാണ് നമ്മളെല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് മതപരമായി, അത് എവിടെയോ മതപരമായ ഒരു ഇഞ്ചക്ഷൻ നമുക്ക് കിട്ടിയത് കൊണ്ടാണ് ഇതെല്ലാം ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യം. അൾട്ടിമേറ്റ് നമ്മുടെ പിതാവിൽ നമ്മൾ പോയി ലയിക്കുക എന്നുള്ളതാണ് എല്ലാ മതങ്ങളുടെയും തത്വം എന്ന് പറയുന്നത്. ചെറിയ വ്യത്യാസം മാത്രമേ അതിനകത്തുള്ളൂ. ഇപ്പോൾ ചേച്ചി പറഞ്ഞതനുസരിച്ച് ഒരു വലിയ മാറ്റം കാണുന്ന പോലെ, അത് കുറേ നാളുകളായിട്ട് എനിക്ക് ഉണ്ട് ഈ ഫീൽ. അത് തന്നെയല്ലേ ഉദ്ദേശിച്ച ചോദ്യം, ഒരു വലിയ മാറ്റം. ആ മാറ്റം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ വർഷങ്ങളോളം എടുത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന യോഗിമാരാണെങ്കിലും സന്യാസിമാരാണെങ്കിലും നമ്മുടെ 18 സിദ്ധന്മാരാണെങ്കിലും അവർ വർഷങ്ങളോളം എടുത്ത് നേടിയ സിദ്ധികൾ ഇന്നത്തെ കാലഘട്ടത്ത് മനുഷ്യർക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്നു, വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ വളരെ വേഗത്തിൽ കിട്ടുന്നു. അപ്പോൾ പലപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് വന്നു, അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ? കാരണം നമ്മൾ ഈ ചരിത്രം എടുത്ത് വായിച്ചു കഴിയുമ്പോൾ 10, 20, 30, 40, 45 വർഷമൊക്കെ ഇരുന്ന് കഠിനമായ തപസ്സുകളിലൂടെയും അവരുടെ മനസ്സിനെയും അത്രയും പാകപ്പെടുത്തിയതിന് ശേഷം കിട്ടുന്ന സിദ്ധികളെല്ലാം ഇപ്പോൾ വളരെ പെട്ടെന്ന് അങ്ങ് റിലീസാവുക. ആളുകൾക്ക് ചക്ര പെട്ടെന്ന് ഉണരുന്നു, ഓപ്പൺ ആവുന്നു, പല രീതിയിലുള്ള സിദ്ധികളിലോട്ട് പോകുന്നു. ആളുകൾ ഇതുവരെ കാണാത്ത മറ്റു പല കാര്യങ്ങളും അത് കുറച്ചുകൂടി വൈഡായി. ഇപ്പോൾ നോക്കൂ, ഞാൻ ഒരു ബാബാജി ഫോളോവറാണ്. ഞാൻ ബാബാജിനെ എൻ്റെ പിതാവിന് തുല്യമായിട്ടാണ് കാണുന്നത്. ഞാൻ എൻ്റെ പിതാവിനെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത്, ഞാൻ എൻ്റെ പിതാവിനോട് എങ്ങനെയാണോ സംസാരിക്കുന്നത്, ഞാൻ എല്ലാ ദിവസവും ബാബാജിയുടെ ഫോട്ടോയുടെ മുന്നിൽ പ്രാർത്ഥിക്കുന്നതിന് പകരം കവിളിങ്ങനെ പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് ഞാൻ ഇറങ്ങി വരുന്നത്. അപ്പോൾ അത്രയും കണക്റ്റഡ് ആയിട്ടാണ് ഞാൻ ബാബാജിയുമായിട്ട് ഞാൻ കണക്റ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നാണ് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും സ്പിരിച്വാലിറ്റി മാറി. ഇന്നത്തെ മനുഷ്യർക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ആ ഒരു ഡിവൈൻ പവറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ അതിനിടയിൽ ഗുരു പോലും വേണമെന്നില്ല. ഗുരു വേണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഗുരുവാണ് നമുക്ക് മാർഗം. പക്ഷേ വളരെ പെട്ടെന്ന് നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നേരത്തെ കാലങ്ങളെടുത്ത് നമ്മൾ എവിടെയെങ്കിലും ദൂരെ സ്ഥലത്ത് പോയിരുന്ന് കാട്ടിലോ മേട്ടിലോ ഒക്കെ പോയിരുന്ന് അനേക കാലങ്ങൾ കൊണ്ട് നേടിയെടുത്തിട്ടുള്ള ആ സിദ്ധികൾ ഇപ്പൊ ആളുകൾക്ക് വേഗത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ മാറ്റമാണ്. അപ്പൊ അതായത് സാധാരണക്കാർക്കും ഒക്കെ അത് സാധ്യമാണെന്നുള്ള ഒരു പുതിയ ലെവലിലേക്ക് ആത്മീയതയുടെ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. യെസ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ഇന്നലെയും കൂടെ 2 പേര് ഇന്റർവ്യൂവിൽ പറയുന്നത് ഞങ്ങൾക്ക് സഹസ്രാര ചക്രം ഓപ്പൺ ചെയ്യുന്ന അനുഭവമാണ്. അവരൊക്കെ വീട്ടമ്മമാരാണ്. അപ്പൊ ഇനിയുള്ള കാലം അങ്ങനെ തന്നെ ഒരു കാലത്തിനെ ആയിരിക്കില്ലേ നമ്മൾ ഇനി എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു മാറി.
ഇപ്പോൾ ഏതൊരു യോഗ സൂത്രങ്ങളാണെങ്കിലും യോഗയാണെങ്കിലും മെഡിറ്റേഷൻ ആണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും ജപങ്ങളാണെങ്കിലും മന്ത്രങ്ങളാണെങ്കിലും ഒരു പക്ഷേ ആളുകളിലോട്ടത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ യഥാർത്ഥ സ്പിരിച്വാലിറ്റി, യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥ കൺസെപ്റ്റ് എന്താണോ അത് എനിക്ക് തോന്നുന്നു ആളുകളിലോട്ട് എങ്ങനെയോ എത്തിത്തുടങ്ങുന്നുണ്ട്. ഒരു പക്ഷേ വളരെ ഫേക്കായിട്ട് നിന്ന ആളുകളെല്ലാം പതുക്കെ പുറത്തോട്ട് പോയി തുടങ്ങി സ്പിരിച്വാലിറ്റിയിൽ. കാരണം എപ്പോഴും എവിടെയാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത്? നമുക്ക് തെറ്റായ ഒരു വിവരം മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോഴും ആണ് നമ്മൾ ഈ പറ്റിക്കപ്പെടുന്നത്. നമ്മൾ ചെറുപ്പം മുതലേ നമുക്ക് വളരെ തെറ്റായ ഇൻഫർമേഷൻസ് ആണ് പലപ്പോഴും സ്പിരിച്വാലിറ്റിയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അതിന്റെ ഒരു പരിണിത ഫലമായിരുന്നു നമ്മൾ ഇന്ന് കാണുന്ന എത്തിസ്റ്റുകളെല്ലാം ആണ്. അത് എനിക്ക് തോന്നുന്നു ഈ ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകൾ ഇത്രയും കണ്ട് രൂപം പെടാൻ കാരണം എനിക്ക് തോന്നുന്നു ഈ തെറ്റായ ഇൻഫർമേഷൻസ് സ്പ്രെഡ് ആയതുകൊണ്ടാണ് അല്ലേ? ദൈവമില്ല, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒന്നില്ല, അതുകൊണ്ട് ഇതുകൊണ്ട് വേറെ യാതൊരു ഗുണമില്ല, ലോകത്തിന് ഗുണമില്ല. അങ്ങനെയല്ല. സ്പിരിച്വാലിറ്റി കൊണ്ട് ലോകത്തിന് ഗുണമുണ്ടാക്കുന്നത് നമ്മളിലൂടെയാ. അതല്ലാതെ നമ്മൾ സ്പിരിച്വൽ ആയെന്ന് കരുതി ലോകത്തിന് ഗുണമുണ്ടാകുന്നതല്ല അതിന്റെ കൺസെപ്റ്റ്. സ്പിരിച്വൽ ആകുക എന്ന് പറയുന്നത് നമ്മളൊരു മനുഷ്യസ്നേഹിയാവുകയും നമ്മുടെ കഴിവുകളെ കണ്ടെത്തുകയും അതിനെ പോസിറ്റീവായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയും നമ്മൾ പോകുന്ന വഴിക്ക് കാർമികപരമായ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മളിലോട്ട് വരുമ്പോൾ അതിനെ എങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പലപ്പോഴും സ്പിരിച്വാലിറ്റി ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് വളരെ സ്നേഹമുള്ള ഒരു ഭാര്യയുണ്ട്, എനിക്കൊരു കുഞ്ഞുണ്ട്, എനിക്കൊരു അച്ഛനും അമ്മയുണ്ട്. പക്ഷെ ഞാൻ നാളെ ഒരിക്കലും മറ്റൊരു ഓഫീസിലോ മറ്റൊരു ജോലിക്ക് പോകുമ്പോഴും എൻ്റെ മനസ്സ് പതറാനും മറ്റൊരു ബന്ധത്തിലോട്ട് പോകാനും ഉള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഒരിക്കലും എൻ്റെ വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എൻ്റെ അമ്മയ്ക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എവിടെയാണ്? എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വളരെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കോട്ട് വന്നത്. സാഹചര്യത്തിന് അനുകൂലമാണെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെയാണ് ആ സിറ്റുവേഷൻ? ഞാൻ എൻ്റെ മനസ്സ് എപ്പോഴെങ്കിലും ഒന്ന് പതറിപ്പോകുമ്പോൾ ഞാൻ ചെന്ന് പെടുന്നത് മറ്റൊരു ബന്ധത്തിലായിരിക്കാം. ആ ബന്ധത്തിൽ ആ വ്യക്തി എൻ്റെ പണമായിരിക്കാം, ഒരു പക്ഷേ എൻ്റെ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കും എൻ്റെ വീക്ക്നെസ് കണ്ടുപിടിച്ച് ഒരു പക്ഷേ എന്നെ ലോക്ക് ചെയ്യുന്നത്. അപ്പം എന്ത് സംഭവിക്കും? എൻ്റെ ഭാര്യയോട് അറ്റാച്ച്മെൻറ്റ് പോകും, കുഞ്ഞിനോട് പോകും, എൻ്റെ മാതാപിതാക്കളോട് പോകും. അതുവരെ ഉണ്ടായിരുന്ന സന്തോഷകരമായ ജീവിതം നശിച്ചു പോകും. അതുമൂലം എനിക്ക് സാമ്പത്തിക നഷ്ടം വരും. ഞാൻ ആകെ ഡിപ്രഷനാവും, ആങ്സൈറ്റിയും, അവസാനം ഞാനൊരു സൂയിസൈഡിങ് ഐഡിയേഷനിലോട്ടോ ടെൻഡൻസിലോട്ടോ ഞാൻ കിടക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ ചെറിയൊരു ഇമോഷൻ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ലൈഫിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. ഇത് തന്നെയല്ലേ എല്ലാ കാര്യത്തിലും? വിശ്വസിച്ച് നടന്ന ആളുകൾ മുഴുവനും ചതിക്കുന്നു, പറ്റിക്കുന്നു, വീട്ടിൽ നിന്ന് കൃത്യമായ കെയർ അറ്റൻഷൻ കിട്ടുന്നില്ല. ഒരു പക്ഷെ ഇങ്ങനെ തുടങ്ങി 100,000 പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റി വേണമെന്ന് പറയുന്നത്. ഈ സ്പിരിച്വാലിറ്റി അതിലോട്ട് എത്തുമ്പോൾ നമുക്ക് എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നും നമ്മൾ ഒറ്റപ്പെടുക ആളുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മളെ കാണാൻ തുടങ്ങും. നമ്മുടെ ദൈവികത അല്ലെങ്കിൽ ആ അനുഭവം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങും. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി വളരെ ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറും മാനസികമായി. അപ്പം നമ്മുടെ ലൈഫിൽ വരുന്ന പല പ്രശ്നങ്ങളെയും നമുക്കതിനെ കൃത്യമായി അനലൈസ് ചെയ്യാനും അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനും അതിനെങ്ങനെ ഓവർകം ചെയ്ത് അടുത്ത കാര്യത്തിലോട്ട് എങ്ങനെ മൂവ് ഓൺ ചെയ്യാനും ഒക്കെ നമ്മൾ ആലോചിക്കും. സ്പിരിച്വലായിട്ടിരിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ഡിപ്രഷൻ അടിച്ചിരിക്കില്ല, അല്ലേ? അവർ ഒരുപാട് ആങ്സൈറ്റി അവർക്ക് കയറില്ല. എന്നാൽ വരില്ല എന്നല്ല അതിൻ്റെ അർത്ഥം, തീർച്ചയായിട്ടും വരും. പക്ഷേ അടുത്ത നിമിഷം നമുക്ക് അതിന് സൊല്യൂഷൻ കിട്ടും. നമ്മളല്ലെങ്കിലും മറ്റൊരാൾ നമ്മുടെ മുന്നിൽ അതിന് സൊല്യൂഷനായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷെ നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് അതിലോട്ട് കൊണ്ട് എത്തിക്കും. ഇതാണ് സ്പിരിച്വാലിറ്റിയുടെ ഒരു പവർ. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു പോസിറ്റിവിറ്റിയാണ്. അൾട്ടിമേറ്റ് നമ്മൾ അനുഭവിക്കേണ്ട സ്നേഹവും ആനന്ദവും നമുക്ക് കിട്ടുന്നത് ഇവിടെ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ബാക്കി എല്ലാം അല്പസമയത്തേക്ക് മാത്രം കിട്ടുന്ന കാര്യത്തിനെ വിശ്വസിച്ചാൽ നമ്മൾ മുന്നോട്ട് പോകും. ലോകത്ത് നോക്കുമ്പോൾ ധാരാളം ഓർഗനൈസേഷൻസ്, സ്ഥാപനങ്ങളെല്ലാം ആത്മീയമായിട്ടുള്ള അറിവ് കൊടുക്കുന്ന വിവിധ സംഘടനകളുണ്ട്. ഇപ്പം അങ്ങനെ നോക്കുമ്പോൾ കുറേശ്ശെ അവരുടെ പ്രവർത്തികളിൽ കുറച്ച് മങ്ങലോ അല്ലെങ്കിൽ അവർ കുറച്ച് പിൻവലിയുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. നേരത്തെ വലിയ വലിയ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ ഗ്രൂപ്പുകൾ കുറയുന്നുണ്ട്. ആളുകളുടെ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരുമിക്കൽ കുറച്ച് കുറയുകയും വ്യക്തികളിലേക്ക് ഈ അനുഭവങ്ങൾ എത്തിത്തുടങ്ങുകയും ചെയ്യുന്നതായിട്ട് പലരും നിരീക്ഷിക്കുന്നുണ്ട്. നമുക്കത് അനുഭവത്തിൽ വരുന്നുണ്ട്. വളരെ കറക്റ്റാണ്. ഒരു പക്ഷേ
കുറെ ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഉം. അവർക്ക് മനസ്സിലാവുന്ന ഒരു Yes. ക്ലിയർ ഉത്തരം കിട്ടുന്നില്ല. ചേച്ചി എന്തോ പറഞ്ഞത് സംഭവിക്കുന്നു എന്ന് അവർക്ക് ചേച്ചി തോന്നും. പറഞ്ഞത് വളരെ കറക്റ്റ് ഒരു കാര്യം. കാരണം വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആൾ ദൈവത്തിന്റെ കൂടെ നമ്മൾ നടക്കുക, ഉം. അല്ലെങ്കിൽ അവരുടെ തത്വങ്ങൾ കേൾക്കുക, അവർ പറയുന്ന പ്രമാണങ്ങളും വിശ്വാസങ്ങളെയും നമ്മൾ ഫോളോ ചെയ്യുക. പക്ഷെ അവസാനം ഇവരെല്ലാവരും കുറേ വർഷങ്ങൾ അത്തരത്തിലുള്ള ആളുകളെയും ഇത്തരത്തിലുള്ള സംഘടനകളെയും ഫോളോ ചെയ്തതിന് ശേഷം ഇവർക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഇവർക്ക് ഈ പറയുന്ന ഡിവൈനിറ്റി കിട്ടുന്നില്ല, സ്പിരിച്വാലിറ്റിയുടെ ഒരു അനുഭവം കിട്ടുന്നില്ല, ഉം. ഒരു അനുഭൂതി കിട്ടുന്നില്ല. ഇവരെപ്പോഴും എവിടേക്ക് ഒറ്റപ്പെട്ടു പോയ ഒരു തോന്നൽ ഭയങ്കരമായിട്ട് വരുന്നു. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഗുരുക്കന്മാർക്കോ ഈ പറയുന്ന ഇത്തരത്തിലുള്ള തത്വങ്ങൾ പറയുന്ന ആശയങ്ങൾക്ക്. ആശയങ്ങൾ പറയുന്ന സംഘടനകൾക്കോ ഇവരുടെ കീഴിൽ അല്ലെങ്കിൽ ഇവരെ ഫോളോ ചെയ്യുന്ന മനുഷ്യർക്ക് ഉം. കൃത്യമായിട്ടുള്ള അവർക്ക് വേണ്ട അനുഭവങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഉം. അങ്ങനെയെങ്കിൽ ഇവർ പറയുന്ന ഈ പറയുന്ന വിശ്വാസങ്ങൾ ഈ പറയുന്ന തിയറീസ് എല്ലാം തെറ്റാണെന്ന് ഫ്യൂച്ചറിൽ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഉം. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. എന്നാ ഇപ്പോ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഇത്തരത്തിലുള്ള സംഘടനകളോട്ട് ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇല്ല. വളരെ നല്ല ഗുരുക്കന്മാരെ കണ്ടെത്തി അവരുടെ കീഴിൽ നിന്ന് ചെറിയൊരു പ്രാക്ടീസ് നേടിയ ശേഷം ഇവര് നേരെ അനുഭവത്തിലോട്ടാണ് പോകുന്നത്. Yes. പണ്ട് വർഷങ്ങളോളം എടുത്ത് നമ്മുടെ ഓരോ ചക്രകളും നമ്മൾ ഓണായി അത് ആക്റ്റീവായിട്ട് വരുന്നതിന്റെ സാധനം ഇപ്പൊ വളരെ വേഗത്തിൽ ആക്റ്റീവ് ആവുകയും നമുക്ക് ഡയറക്റ്റ് ആ ഒരു സുപ്രീം പവറിലോട്ടോ ആ ഒരു എനർജിയിലോട്ടോ നമ്മൾ ഡയറക്റ്റ് കണക്ട് ആവാം. Correct. അവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടാം. ഓക്കെ, ഇതാണ്, ഉം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും നമ്മുടെ ഫ്യൂച്ചറും നമ്മുടെ കഴിഞ്ഞു പോയ ജന്മത്തിലുണ്ടാവുന്ന കാര്യങ്ങളും മുഴുവനും ആ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് മനസ്സിലാവാം വളരെ വേഗത്തിൽ. ഇതിന്റെ ഇടയിൽ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഞാനുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ എത്താൻ പറ്റുള്ളൂ. അതായത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിലൂടെയാണ് പിതാവിൽ എത്താൻ പറ്റുള്ളൂ എന്നൊരു തിയറി സ്റ്റാൻഡിലുണ്ട്. അതായത് എന്നിലൂടെ നിങ്ങൾക്ക് പിതാവിനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ ആ ഞാൻ ആരാന്നുള്ളതാണ് ചോദ്യം. ആ ഞാൻ എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹത്തിലൂടെ പിതാവിനെ കാണാൻ പറ്റുള്ളൂ. ഞാൻ ജീസസ് ക്രൈസ്റ്റ് ആണ്, ഞാൻ സ്നേഹം നിങ്ങൾക്ക് തരുന്നു, നിങ്ങളുടെ നന്മയ്ക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ കുരിശിൽ കിടന്ന് മരിച്ച എൻ്റെ സ്നേഹം, ഈ സ്നേഹത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതല്ലാതെ ജീസസ് ക്രൈസ്റ്റിലൂടെ കാണാൻ പറ്റുന്നതല്ല ഉദ്ദേശിച്ചത്. ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന അനുഭൂതിയും സ്നേഹത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് പിതാവിനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. ദൈവത്തെ നമുക്ക് കാണാൻ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ സ്നേഹത്തിലൂടെ അല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. പ്രേമത്തിലൂടെ അല്ലാതെ നമുക്ക് ഇതിന് അറ്റൻഡ് ചെയ്യാനേ പറ്റില്ല. ഭക്തി എല്ലാം ഫേക്കാ. ശരിയല്ലേ? നമ്മൾ ഈ ഒരുപാട് ഭക്തി കാണിക്കുന്ന അല്ല. ഇവിടെ ആരോടെ ഭക്തി കാണിക്കണ്ടേ? ഇവിടെ ആരെ പേടിക്കണ്ടേ? ഇവിടെ ഇത്രയും ഭയഭക്തിയായി നമ്മളിങ്ങനെ തൊഴുതു നിൽക്കണ്ടേ? ഇതൊന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നീ സ്നേഹിക്കാൻ പഠിക്കൂ, നീ സ്നേഹിക്കൂ. നിന്റെ മുന്നിൽ വരുന്നതെല്ലാം ഞാൻ തന്നെയാ, അല്ലേ? ബൈബിളിൽ കൃത്യമായി പറയുന്നുണ്ട്. നിന്റെ മുന്നിൽ ഒരുത്തൻ വിശന്ന് വരുമ്പോഴും ഒരുത്തൻ ഭക്ഷണം കഴിക്കാതെ വരുമ്പോഴും അത് ഞാനാ. ആ എന്നെ നിനക്ക് ഒരു നേരത്തെ ഭക്ഷണമോ പാർപ്പിടമോ നിനക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ എന്നോട് പ്രാർത്ഥിക്കുന്നത്? മനസ്സിലായോ? നീ എനിക്ക് വേണ്ടി ഒന്നും തരണ്ട. ഇത് തന്നെയാണ് എല്ലാ മതങ്ങളും പറഞ്ഞു വെക്കുന്നത്.